സ്വർഗത്തിന് 8 വാതിലുകളാണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്. ആ 8 വാതിലുകളിൽ ഒരു വാതിലിന്റെ പേര് ബാബു ബിർറുൽ വാലിദൈൻ എന്നാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന്റെ വാതിൽ എന്നാണ് ഒരു വാതിലിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. മാതാപിതാക്കൾ സ്വർഗത്തിന്റെ മധ്യ കവാടമാണ്, ഏറ്റവും നടുവിലുള്ള കവാടമാണ് മാതാപിതാക്കൾ. ഫഇൻ ശിഇത ഫഅലിഅ ദാലികൽ ബാബ് ഔ ഇഹ്ഫദഹു. നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് ആ വാതിൽ നഷ്ടപ്പെടുത്താം, കൊട്ടിയടക്കാം. എന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് ആ വാതിൽ കാത്തു സൂക്ഷിച്ച് അതിലൂടെ പ്രവേശിക്കുകയും ചെയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ്, നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുക്കി തന്ന വലിയ 2 വാതിലുകളാണ് നമ്മളുടെ ഉപ്പയും ഉമ്മയും എന്നുള്ളത്. അവരോട് നമ്മുടെ ബാധ്യതകൾ പൂർത്തീകരിച്ചാൽ, കടമകൾ പരിപൂർണമായും വീട്ടാൻ സാധ്യമായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വർഗം ഉറപ്പിക്കാൻ സാധ്യമാകും. കാരണം അള്ളാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ ഒരു വ്യക്തി ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവന്റെ മാതാപിതാക്കളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട്, റസൂലെ, ഞാൻ ഏറ്റവും കൂടുതൽ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ച ആ ചോദ്യവും ഹദീസും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് എന്ന്. വീണ്ടും ആ സഹാബിയുടെ ചോദ്യം, റസൂലേ സുമ്മമൻ, പിന്നെ ആരോടാണ് റസൂൽ എനിക്ക് ഏറ്റവും ബാധ്യതയുള്ളത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടേണ്ടത്? പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. ആ സഹാബി വീണ്ടും ചോദിച്ചു, റസൂലേ സുമ്മമൻ, പിന്നെ ആരോടാണ്? പ്രവാചകൻ അപ്പോഴും പറഞ്ഞു ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. റസൂലേ സുമ്മമൻ, പിന്നെ ആരോടാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അബൂക, നിന്റെ ഉപ്പയോടാണ്. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞത് ഉമ്മയും പിന്നീട് പറഞ്ഞത് ഉപ്പയുമാണ്. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും ഉപ്പയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കടമയും ബാധ്യതകളും ഉള്ളത് അവരോടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം ഉമ്മയുടെയും ഉപ്പയുടെയും ബാധ്യത കുറിച്ച് ചേർത്ത് പറഞ്ഞതുപോലെ മറ്റൊരു കാര്യത്തെയും പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധ്യമാകും. വിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഇസ്രാഇന്റെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിയാണ് അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ഒരാളെയും ആരാധിക്കാൻ പാടില്ല. ഇബാദത്ത് എന്നുള്ളത് അല്ലാഹു അല്ലാത്ത വേറെ ഒരു സൃഷ്ടിക്കും നൽകുവാൻ പാടില്ല. അത് പ്രവാചകന്മാരാകട്ടെ, അതല്ലെങ്കിൽ ഔലിയാക്കളാകട്ടെ, തങ്ങന്മാരാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടതായ ഇബാദത്ത് ഒരാൾക്കും നൽകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്. എന്നിട്ട് അല്ലാഹു ചേർത്ത് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെ അത്ഫിന്റെ വാവ് ചേർത്തുകൊണ്ട് അതോടൊപ്പം നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയായി കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം എന്നാണ്. മാതാപിതാക്കളുടെ കടമകൾ പൂർത്തിയാക്കണമെന്നല്ല, മാതാപിതാക്കളുടെ ബാധ്യതകൾ തീർത്തു കൊടുക്കണമെന്നല്ല, മാതാപിതാക്കളെ നീ അനുസരിക്കണം എന്നല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. നന്മയായിട്ട് എന്തെല്ലാം ഉണ്ടോ ആ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു മാതാപിതാക്കൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ ആയത്തിൽ മാത്രമായിരുന്നില്ല അല്ലാഹുവോടൊപ്പം ചേർത്ത് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ വചനത്തിൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലയോ നിങ്ങൾ അല്ലാഹു പഠിപ്പിക്കും, തആലൂ നിങ്ങൾ വരണം, അത്ലു മാ ഹറമ റബ്ബുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതി നൽകാം, പഠിപ്പിച്ചു നൽകാമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ്? അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരിക്കലും പങ്കു ചേർക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയും വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന്. സൂറത്തുൽ നിസാഇന്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു വീണ്ടും പഠിപ്പിക്കുന്നു, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, വലാ തുശ്രികൂ ബിഹി, അവനിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ആരാധനകളിൽ ഒന്നിനെയും പങ്കു ചേർക്കുന്ന ശിർക്ക് ഒരിക്കലും വന്നു പോകരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഒരേ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത തലങ്ങളിൽ അല്ലാഹുവെ മാത്രം ആരാധിക്കണം, അവനോടൊപ്പം മറ്റൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞതിന്റെ കൂടെ നമ്മളോട് ആവർത്തിച്ച് പറയുന്നു. ബനൂ ഇസ്രായേലിയരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച മീസാഖ് കരാറിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 83-ാമത്തെ വചനം പഠിപ്പിച്ചെടുത്ത് കാണാം, വൈദാഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലിയരോട് നാം ഒരു മീസാഖ് കരാർ വാങ്ങിയിരിക്കുന്നു. എന്താണ് ആ കരാറ്? ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ, അവനല്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കുവാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ എന്ന്. നിങ്ങൾ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ പ്രയോഗങ്ങൾ മാത്രം മതി നമ്മളുടെ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ എത്രത്തോളം സ്നേഹിക്കണമെന്നും അവർക്ക് എത്രത്തോളം നമ്മൾ കടമകളും കടപ്പാടുകളും നിർവഹിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ ഇതിൽ പരമൊരാവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി കൂടുതൽ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വികാര നിർഭരമായിട്ടാണ് മാതാപിതാക്കളെ ചെയ്യുന്ന നന്മകളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല ജീവനോടെ. പ്രവാചകന്റെ ചെറുപ്പത്തിൽ തന്നെ പ്രവാചകൻ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ജനനത്തിന് മുമ്പ് തന്നെ പ്രവാചകൻ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അടുക്കലേക്കുള്ള സഹാബികളോട് എല്ലാവരോടും ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ വലിയൊരു കൽപ്പനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ഉപദേശമാണ്. ഈ ലോകത്തെ സുഹൃത്തുക്കളെ, അവർക്കുള്ള സ്നേഹവും അവർക്കുള്ള പരിഗണനയും കഴിഞ്ഞ് മാത്രമാണ് വേറൊന്നുമുള്ളത്. മറ്റെന്തും അതിന് അപ്പുറം മാത്രമാണ്. അത് ആരാധനയുടെ വിഷയമായിരുന്നാൽ പോലും, ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകളുടെ കാര്യമായിരുന്നാൽ പോലും അതാണ് ഏറ്റവും നന്മയെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി ഇത് കാണാൻ സാധ്യമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് അവർ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തത് നമുക്ക് കാണാൻ സാധ്യമാകും. മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനായിരുന്നു. ധാരാളക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദർസിൽ ആയിരക്കണക്കിന് ആളുകളാണ് വന്നിരിക്കാറുള്ളത്. അദ്ദേഹം ഒരിക്കൽ ശിഷ്യന്മാർക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കെ, ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കെ, ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ടിരിക്കെ വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ, കോഴിക്ക് തീറ്റ കൊടുക്കാനുണ്ട് എന്ന്. ആയിരക്കണക്കിന് വരുന്ന സദസ്യരെ അവിടെ നിർത്തിയിട്ട് കിതാബ് കൂട്ടിവെച്ച് ആ മകൻ ഹൈവത്ത് ബിൻ ശുറൈഹ് ഇറങ്ങിപ്പോയി എന്നാണ്. എന്നിട്ട് കോഴിയെ തീറ്റിച്ചിട്ട് അല്പസമയത്തേക്ക് തിരിച്ചു വന്നു. അനുയായികൾ ചോദിച്ചു, ഇത്രയും ആളുകളെ നിങ്ങൾ ബാക്കിയാക്കിയിട്ട് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് പോയി എന്ന്. അദ്ദേഹം പറഞ്ഞത്, കാര്യം നിസ്സാരമായിരിക്കാം, പക്ഷേ എന്നെ വിളിച്ചത്, എന്നോട് പറഞ്ഞത് എന്റെ ഉമ്മയാണ്. നിങ്ങൾക്ക് ഞാൻ ദർസെടുക്കുന്നതിനേക്കാൾ, നിങ്ങൾക്ക് ഞാൻ നന്മ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവും എനിക്ക് കടമയും കടപ്പാടും ഉള്ളത് ഉമ്മയെ അനുസരിക്കുന്ന വിഷയത്തിലാണ് എന്ന് സദസ്യരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹൈവത്ത് ബിൻ ശുറൈഹിനെ കാണുവാൻ സാധ്യമാകും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിക്കൊണ്ട്, മറ്റെന്തിനേക്കാളും വലുതായിക്കൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ വിഷയത്തെ അവർ ശ്രദ്ധിച്ചിരുന്നു.
സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ജീവിത ചരിത്രത്തിൽ നമ്മുടെ ഉമ്മ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ അതിഗൗരവത്തോടു കൂടി അതിൽ നോക്കിക്കാണാറുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്. നമുക്ക് പല തിരക്കുകൾ ഉണ്ടാകും. ഭൗതികമായി നമുക്ക് പല തിരക്കുകൾ ഉണ്ടാകും. നമ്മുടെ ജോലി തിരക്കുകൾ ഉണ്ടാകും. നമ്മുടെ കൂട്ടുകാരത്വമുള്ള സമയങ്ങൾ നമുക്കുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിനിടക്ക് ഉമ്മ പറഞ്ഞ ഒരു കാര്യത്തെ അത് നിസാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുവാനാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അതെല്ലാം ഉപ്പയും ഉമ്മയും പറഞ്ഞ വിഷയത്തെ അതിഗൗരവത്തോടു കൂടി പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണവും നമ്മുടെ സ്വർഗപ്രവേശനവും ആ ഉമ്മയുടെയും ഉപ്പയുടെയും അനുസരണത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹാബി പ്രവാചകന്റെ അടുക്കിലേക്ക് ജിഹാദിന് വേണ്ടി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിനിറങ്ങലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം പ്രവാചകന്റെ അടുക്കിലേക്ക് റസൂലേ, ഞാനും കൊണ്ട് താങ്കളുടെ യുദ്ധത്തിന് എന്ന് പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിച്ച ചോദ്യം, അലക വാലിദാൻ, നിനക്ക് നിന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, റസൂലേ, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് പറഞ്ഞു, ഇൽസംഹ, എങ്കിൽ നീ തിരിച്ചുപോയി അവരെ ചേർത്ത് പിടിക്കുക. ഫഇന്നൽ ജന്നത തഹ്ത അഖ്ദാമിഹിമ, കാരണം അവരുടെ കാലടിപ്പാടിലാണ് കാലടിയിലാണ് ആ സ്വർഗമുള്ളത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സ്വർഗം ഉമ്മയുടെയും ഉപ്പയുടെയും കാലടിപ്പാടിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് അവരുടെ കാലടിയിൽ പോയി തപ്പിയാൽ സ്വർഗം ലഭിക്കുമെന്നല്ല, മറിച്ച് അവരുടെ കാലടികൾ പരിപൂർണമായി നമ്മൾ പിൻപറ്റുന്നിടത്ത് അവർക്ക് എല്ലാവരും നന്മയും ചെയ്യുന്നിടത്ത് മാത്രമാണ് നമ്മുടെ സ്വർഗപ്രവേശനമുള്ളത് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. താബിഈ പണ്ഡിതന്മാരിൽ മഹാനായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധ്യമാകും, അദ്ദേഹത്തിന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ചൂടുള്ള സന്ദർഭത്തിൽ, നല്ല ചൂടുള്ള സമയത്ത് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, മരുഭൂമിയാണ്, മണൽപ്പരപ്പാണ്, പൊള്ളുന്നത് കൊണ്ട് തന്നെ ചെരുപ്പില്ലാത്തത് കാരണത്താൽ ഉമ്മ നടക്കുന്നിടത്ത് ഉമ്മയുടെ കാലടിയിലേക്ക് സ്വന്തം കൈകൾ വെച്ച് കൊടുത്തു എന്ന് കാണാൻ സാധ്യമാകും. കൈ വെച്ചു കൊടുത്തുകൊണ്ട് അതിന് മുകളിലേക്ക് കാല് വെക്കാനായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് ഉമ്മയോടുള്ള സ്നേഹമായിക്കൊണ്ട് ഉമ്മയെ പ്രയാസപ്പെടുത്തരുത്, ഉമ്മക്ക് കാലടിയിൽ ചൂട് പോലും അനുഭവപ്പെടരുത് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം എന്നാണ്. സഹോദരന്മാരെ, നമ്മളുടെ ഒരു കാര്യം ഉമ്മ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ ഉമ്മാക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ച്, ഉപ്പാക്കുള്ള പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഏതെങ്കിലും അവരുടെ മനസ്സ് നൊന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കണം. മനസ്സിലാക്കണം, ഒരു നിലക്കും അവർക്ക് പ്രയാസം ഉണ്ടാകുവാൻ പാടില്ല. മഹാനായ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, അലി റളിയല്ലാഹു അൻഹു പേരക്കുട്ടിയാണ്. സൈനുൽ ആബിദീൻ എന്നാണ് അറിയപ്പെട്ടത്. വലിയ പണ്ഡിതനായിരുന്നു. ഉമ്മയെയും ഉപ്പയെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഉപ്പ മരണപ്പെട്ടതിന് ശേഷവും ഉമ്മ ബാക്കിയായിരുന്നു അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റേത്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു, നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിത്വം താങ്കളാണ് എന്ന് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോലും ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ ഉമ്മയുടെ കൂടെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. കാരണം അവിടെയുള്ള ശീലമായ, നമുക്കറിയാം, അറബികളൊക്കെ ഇപ്പോഴുമുള്ള ശീലമാണ് അവർ ഒരൊറ്റ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കുക. പക്ഷെ സ്വന്തം ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഞാൻ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാത്തത് എനിക്ക് ഉമ്മയോടുള്ള സ്നേഹവും ഉമ്മയോടുള്ള ബഹുമാനവും കൊണ്ടാണ്. കാരണം ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കവേ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഉരുള, ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണം ഞാൻ എടുത്ത് കഴിച്ചെങ്കിൽ അത് ഉമ്മയോടുള്ള ധിക്കാരമായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരിക്കലും ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മളാരെയും കാണാറില്ല. ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഒരു ഭക്ഷണ പദാർത്ഥം ഞാൻ എടുത്ത് കഴിച്ചാൽ അത് ഉമ്മയോടുള്ള ധിക്കാരമാകുമോ എന്ന് ഭയപ്പെട്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ ഭയപ്പെട്ടിരുന്ന അത്രയും ഗാംഭീര്യം അവർക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് സുഹൃത്തുക്കളെ ഇതുണ്ടാകുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾ അത്രയധികം ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് മറ്റൊരു സഹാബി യുദ്ധത്തിന് വേണ്ടി വരുന്നത് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രവാചകനിലേക്ക് പറഞ്ഞു, റസൂലേ, ഞാൻ താങ്കളുടെ കൂടെ യുദ്ധത്തിന് വന്നിരിക്കുന്നു. എങ്ങനെയാണ് വന്നത്? യമനിൽ നിന്ന് പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി, പ്രവാചകന്റെ കൂടെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തു വന്നതാണ്. സുദീർഘമായി യാത്ര ചെയ്താണ് മദീനയിലേക്ക് എത്തിയത്. റസൂലേ, എനിക്ക് താങ്കളുടെ ബൈഅത്ത് ചെയ്യണം, താങ്കളുടെ കൂടെ യുദ്ധത്തിന് ഇറങ്ങണമെന്ന് പ്രവാചകനോട് പറഞ്ഞു.
പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, നിനക്ക് വീട്ടിൽ ആരാണ് ബാക്കിയുള്ളത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉപ്പയും ഉമ്മയും കൊണ്ട് പ്രായമായിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു, എങ്കിൽ നീ തിരിച്ചു പോകണം, നിന്റെ ജിഹാദ് അവിടെയാണ് എന്ന്. അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി, ദീനിനെ സേവിക്കാൻ വേണ്ടി, യുദ്ധത്തിന് വേണ്ടി വന്ന വ്യക്തിയെ പോലും പ്രവാചകൻ തിരിച്ചയക്കുന്നത് ഏറ്റവും വലിയ ജിഹാദ് ഉമ്മയോടും ഉപ്പയോടാണ് എന്ന്. സുഹൃത്തുക്കളെ, ഈ രണ്ടാളുകൾ ജീവനോടെയോ അല്ലാതെയോ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അവരുടെ വലിയ ബാധ്യതയുണ്ട്. ജീവനോടെയാണുള്ളതെങ്കിൽ അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത് എന്ന്, അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് ഇബ്നു അബ്ബാസിനോട് ചോദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഉമ്മയോടും ഉപ്പയോടുമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, അവരോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ, യുരീദുൽ ബിർറ ബിഹിമാ മഅൽ ലുത്ഫി വലീൽ ജാനിബ്, അവരോട് ഏറ്റവും നൈർമല്യമായി കൊണ്ട് പെരുമാറണം. ഒരിക്കലും കടുത്ത സ്വരത്തിൽ അവരോട് സംസാരിക്കുവാൻ പാടില്ല. ഫലാ യുഗ്ലിദ് ലഹുമാ ഫിൽ ജവാബ്, അവരെന്തെങ്കിലും ചോദിച്ചാൽ അങ്ങോട്ട് കയർത്ത് ഉത്തരം പറയാൻ പാടില്ല. താഴ്മയോടുകൂടി മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ. ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞാൽ, ഉപ്പ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിനേക്കാൾ ശബ്ദത്തിൽ മറുപടി കൊടുക്കാൻ പാടില്ല. കയർത്ത് സംസാരിക്കുവാൻ പാടില്ല. എത്ര നേരമായി ഞാൻ പറയുന്നു എന്ന രൂപത്തിൽ അങ്ങോട്ട് പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ ഒന്നും മിണ്ടാതിരുന്നാൽ എന്ന് പറയാൻ പാടില്ല. എത്ര വട്ടമാണ് ചോദിക്കുന്നത് തിരിച്ചു ചോദിക്കാൻ പാടില്ല. ഏറ്റവും നൈർമല്യത്തോടു കൂടി മറുപടി പറയാനാണ് ഇബ്നു അബ്ബാസ് പഠിപ്പിക്കുന്നത്. കയർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ തുറിച്ചു നോക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു അബദ്ധമോ പ്രശ്നമോ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ പോലും തുറിച്ചു നോക്കാൻ പാടില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം അവരെടുത്തു, നമ്മുടെ കുട്ടികളോട്, നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, നമ്മുടെ മൊബൈൽ ഫോണ് എന്തെങ്കിലുമൊക്കെ അവരുടെ ഭാഗത്ത് അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരെ തുറിച്ചു നോക്കാൻ പോലും പാടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. കാരണം അല്ലാഹു പഠിപ്പിച്ചു, വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ഉഫിൻ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന. അദ്ദേഹം വീണ്ടും തുടർന്നു, വലാ യർഫഉ സൗതഹു അലൈഹിമാ, അവർക്കെതിരെ നീ ശബ്ദം ഉയർത്തുവാൻ പാടില്ല. ബൽ യകൂന ബൈന യദൈഹിമാ മിസ്ലൽ അബ്ദി ബൈന യദൈ സയ്യിദി തദല്ലുൻ ലഹുമാ, മറിച്ച് എങ്ങനെയായിരിക്കണം ഒരു ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ നീ നിൽക്കേണ്ടത്? ഒരു അടിമ അവന്റെ യജമാനന്റെ മുമ്പിൽ എത്ര താഴ്മയോട് കൂടിയാണ് നിൽക്കുക, അങ്ങനെ നിൽക്കാൻ പാടുള്ളതാണ്. ഒരു അടിമ ഒരിക്കലും യജമാനോട് കയർത്ത് സംസാരിക്കുകയില്ല, തല പൊന്തിച്ചു നിൽക്കുക പോലുമില്ല. എങ്ങനെയാണോ ഒരു അടിമ തന്റെ യജമാനന്റെ മുമ്പിൽ താഴ്മയോട് കൂടി നിൽക്കുന്നത്, അതേ രൂപത്തിൽ നിൽക്കണമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവരുടെ വിഷയത്തിൽ സഞ്ചരിക്കണമെന്ന്, താഴ്മ കാണിക്കണമെന്ന്, അനുസരണം നൽകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് സ്വർഗമായി നിശ്ചയിച്ച അവരുടെ വിഷയത്തിൽ നമ്മൾ പരിപൂർണമായ ബാധ്യതകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടതെല്ലാം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം എല്ലാം ചെയ്തു കൊടുക്കാൻ. എന്തുകൊണ്ടാണ് ഞാൻ ഭൗതികമായിക്കൊണ്ട് നമുക്ക് അവർ ചെയ്തു നൽകിയ കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. സാധാരണയായിക്കൊണ്ട് മാതാപിതാക്കൾക്കുള്ള സ്നേഹം പറയുന്നിടത്ത് പ്രസവ കാലഘട്ടം മുതൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അതെല്ലാം ഭൗതികമായിക്കൊണ്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ആളുകളൊക്കെ ഉമ്മയൊപ്പയെ സ്നേഹിക്കുന്നത് അത്തരത്തിലുള്ള മാനുഷികമായ ബന്ധത്തിന്റെ ഒരു വിഷയത്തിന്റെ പുറത്താണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഇബാദത്തിന്റെ വിഷയമാണ് ഉപ്പയുമ്മയെ സ്നേഹിക്കൽ എന്നാണ്. നമ്മളെ പ്രസവിച്ചത് കൊണ്ടോ, നമ്മളെ പോറ്റി വളർത്തിയത് കൊണ്ടോ, നമുക്കുള്ള ഭക്ഷണവും വസ്ത്രവും നമുക്കുള്ള ജീവിത രീതിയും നൽകിയത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ആരാധനയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധനയാണ് അവർക്കുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അവർ ഒന്നും ചെയ്ത് നൽകിയിട്ടില്ല എങ്കിലും, നമുക്ക് ഭക്ഷണം നൽകിയിട്ടില്ല എങ്കിലും, നമുക്ക് എന്തെല്ലാം നൽകിയിട്ടില്ല എങ്കിൽ പോലും അവരെ ഏറ്റവും സ്നേഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് മുശ്രിക്കത്തായിരുന്നു. പ്രവാചകൻ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, എന്റെ ഉമ്മ എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, ഇസ്ലാമിൽ നിന്നും മാറിപ്പോകാനാണ് എന്റെ ഉമ്മ എന്നോട് പറയുന്നത്. റസൂലേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവരോട് ഏറ്റവും നന്നായി കൊണ്ട് പെരുമാറണമെന്നാണ്. അവർ ദീനിന്റെ എതിരായിക്കൊണ്ട് എന്തെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല. അതല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം അവരോട് ഏറ്റവും നന്നായി പെരുമാറണമെന്ന്, അവർക്കുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അവർ എന്തു പറഞ്ഞാലും സുഹൃത്തുക്കളെ അത് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞത്, മോനെ, നിന്റെ മകളെ നീ വിവാഹമോചനം ചെയ്യണമെന്നായിരുന്നു.
ഇബ്നു ഉമറിന്റെ അടുക്കൽ എന്ന് പറഞ്ഞത് നിന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യണമെന്നായിരുന്നു. രണ്ടാമതൊരാലോചന പോലും ഇല്ലാതെ ആ സ്വന്തം ഭാര്യ വിവാഹമോചനം ചെയ്ത ഇബ്നു ഉമറിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും. കാരണം തന്റെ ഇബാദത്തിന്റെ വിഷയത്തിൽ ആ ഭാര്യ പ്രയാസം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയതായിരുന്നു ഉപ്പ മൊഴി ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. തന്റെ കൂടെ കഴിയുന്ന പെണ്ണല്ലേ, സ്നേഹിക്കുന്നവളല്ലേ എന്നൊന്നും ആലോചിച്ചിട്ടില്ല. പറഞ്ഞത് ഉപ്പയാണോ? അനുസരണം അപ്പോൾ കാണിക്കുന്ന മക്കളെയാണ് ചരിത്രത്തിൽ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റെന്തിനേക്കാളും വലുതാണ് നമുക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും അവരുടെ അനുസരണവും. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു സംഭവം കൂടി പഠിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു, യമൻ പ്രദേശത്ത് കർണഗോത്രക്കാരനായ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ ആരെങ്കിലും കാണുകയാണ് എങ്കിൽ നിങ്ങൾ അവനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആവശ്യപ്പെടണമെന്നാണ്. സഹാബികൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കഴിഞ്ഞ നാളുകളോട് പ്രവാചകൻ പറയുന്നു, സഹാബി പോലുമല്ലാത്ത മനുഷ്യരോട് നിങ്ങൾ അങ്ങോട്ട് ഇസ്തിഗ്ഫാർ തേടാൻ, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണമെന്നാണ് റസൂൽ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം തന്റെ മാതാപിതാക്കളോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തി എന്നാൽ. ശരീരം മുഴുവൻ വെള്ളപ്പാടുന്നായിരുന്നു ആ വ്യക്തിക്ക്. അദ്ദേഹം മാതാപിതാക്കൾക്കുള്ള സ്നേഹം കാരണത്താലും അള്ളാഹുള്ള പ്രാർത്ഥന കൊണ്ടും അള്ളാഹു അദ്ദേഹത്തിന്റെ മുതുകിന്റെ ഭാഗത്ത് ഒരു ദിർഹമിന്റെ അത്രയും ഒഴിച്ച് ബാക്കി മുഴുവൻ വെള്ളപ്പാടും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കാലഘട്ടത്തിലാണ് അദ്ദേഹം മക്കയിലേക്ക് വരുന്നത്. കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി യമനിൽ നിന്ന് അദ്ദേഹം പ്രവാചകനെ കാണാൻ വന്നിരുന്നുവെങ്കിൽ റളിയല്ലാഹു അൻഹും വറദു അൻഹും എന്ന് അല്ലാഹു സർട്ടിഫൈ ചെയ്ത സഹാബികളുടെ കൂട്ടത്തിൽ പെടാമായിരുന്നു. റസൂൽ ഒരു വട്ടം കണ്ടാൽ മതി, വിശ്വാസിയായി ഒരു വട്ടം കണ്ടാൽ മതി ഒരാൾക്ക് സഹാബിയാകാൻ. പക്ഷെ അദ്ദേഹം വന്നില്ല. കാരണം അദ്ദേഹത്തിന് പ്രായമായ മാതാപിതാക്കൾ. അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിയാൽ ആ ഉപ്പക്കും ഉമ്മക്കും പ്രയാസമാണ്, അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആളില്ല. അതുകൊണ്ട് സഹാബിയാവുക എന്ന വളരെ വലിയ ഫضل പോലും ഒഴിവാക്കിക്കൊണ്ട് ഉപ്പയെയും ഉമ്മയെയും സേവിക്കുവാൻ അദ്ദേഹം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ജോലിയോ എന്തുമാകട്ടെ, നമ്മുടെ ഉപ്പയും ഉമ്മയും പ്രയാസത്തിലാണ് എങ്കിൽ വിദേശത്തു നിന്ന് രാജിവെച്ച് വരാനോ അല്ലെങ്കിൽ സാധ്യമാകുന്നത് ലീവ് എടുത്ത് വരാനോ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമ്മൾ മാതാപിതാക്കളോട് എന്തു സ്നേഹമാണ് കാണിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവർക്ക് ആവശ്യം എന്താണോ ആ ആവശ്യം പൂർത്തീകരിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു സഹാബിയാകുക എന്ന ഫضل പോലും ഒഴിവാക്കിക്കൊണ്ട് തന്റെ മാതാപിതാക്കളെ സേവിച്ചത് അത് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്, പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്, അത് ഇബാദത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ആ മാതാപിതാക്കളെ സേവിക്കുക, ആ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് സ്വർഗം കരസ്ഥമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച വിഷയമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ആ രൂപത്തിൽ നരകം വിലക്ക് വാങ്ങുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാ. ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബക്കാരുമായി കുടുംബബന്ധം ചേർക്കുകയും അവരുടെ സുഹൃത്തുക്കളുമായി സൗഹൃദം ചേർക്കുകയും അവർക്ക് ഇഷ്ടമുള്ള ആളുകളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നതൊക്കെ അവർക്കുള്ള സേവനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് അല്ലാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയ അതേ രൂപത്തിൽ റഹ്മാനെ അവർക്ക് നീ കാരുണ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുവാൻ, അതിനപ്പുറത്തുള്ള പ്രാർത്ഥന അധികരിപ്പിക്കുവാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, അതുകൊണ്ട് മാതാപിതാക്കളെ സേവിച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറാൻ വേണ്ടി പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോന്നിനെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയത്. സഹോദരന്മാരെ, ഒരു വിശ്വാസിക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ഇൽമ് അന്വേഷിച്ച് പുറപ്പെടുക എന്നുള്ളതാണ്. ദീനിന്റെ സദസ്സുകളിൽ സ്ഥിര സാന്നിധ്യമാവുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വിഷയമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്.
പ്രവാചകൻ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കുമെന്ന്. ദീനിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗപാതയിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഇൽമ അന്വേഷിച്ചുകൊണ്ട്, ഇൽമ ആഗ്രഹിച്ചുകൊണ്ട്, ഇൽമ ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ ഹജ്ജിന്റെ കൂലി ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരൻ, പറഞ്ഞു വന്നത് ഇൽമ അന്വേഷിക്കുക, ഇൽമ കരസ്ഥമാക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനം എളുപ്പമാക്കി നൽകുന്ന, യാഥാർത്ഥ്യമാക്കുന്ന വിഷയമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിനൊരിക്കലും പ്രായം തടസ്സമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വിവിധ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇൽമ അന്വേഷിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വന്നിരുന്നവർ, കയറ് പിടിച്ച് തൂങ്ങി നിന്നിരുന്നവർ, വടി പിടിച്ച് താങ്ങി നിന്നിരുന്നവരൊക്കെ റസൂലിന്റെ സഹാബികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇൽമ അന്വേഷിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനം എളുപ്പമാക്കുന്ന വിഷയമാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇൽമ അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുഅല്ലിമുൽ ഖൈറിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ജീവികളും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഹത്തൻ നംലതു ഫീ ജുഹൈഹ, മാളത്തിലുള്ള ഉറുമ്പടക്കം, ഹത്തൽ ഹൈതാനു ഫീൽ ബഹർ, കടലിലുള്ള മത്സ്യങ്ങളടക്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ മലക്കുകൾ അവരുടെ കാരണത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ച കൊടുക്കുമെന്നും മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അതുകൊണ്ട് ഇൽമ അന്വേഷണത്തിൽ നമ്മൾ ഒരിക്കലും അമാന്തം കാണിച്ചുകൂടാ. നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കി നൽകുന്ന വിഷയമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യം കൂടിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എവിടെയൊക്കെ നമുക്ക് ഇൽമ സമ്പാദിക്കുവാൻ മാത്രമുള്ള അവസരങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മൾ എത്തിപ്പെടാൻ വലിയൊരു നീയത്തോടു കൂടി അത് കരസ്ഥമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പലപ്പോഴും ജുമുഅ ഖുതുബകളിൽ മാത്രം ഒതുങ്ങി പോകാറുണ്ട് നമ്മിൽ പല ആളുകളുടെയും അറിവന്വേഷണങ്ങൾ. ഒരിക്കലും അവിടെ നിലയ്ക്കേണ്ടതല്ല, മറിച്ച് എന്തെല്ലാം ഇൽമിന്റെ സദസ്സുകളുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഈ പള്ളിയിൽ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന ഫിഖ് പഠന ക്ലാസ് അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത്തരം സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കുക. നമുക്ക് വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിട്ടും നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ, കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, റബ്ബിന്റെ മുമ്പിൽ അറിവ് സമ്പാദ്യമാക്കാൻ കഴിയാത്തതിൽ, നേടാൻ കഴിയാത്ത വിഷയത്തിൽ യാതൊരു ഉദറും യാതൊരു ഒഴികഴിവും പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇൽമ അന്വേഷണം എന്നുള്ളത് നമ്മൾ നിരന്തരം നമ്മുടെ ഒരു അഭിലാഷമായിക്കൊണ്ട്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയമാണ് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി ഇൽമ സമ്പാദിക്കാൻ, അതിനപ്പുറത്ത് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.